Hello everyone. ഇന്നത്തെ വീഡിയോ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഹെയർ ഡ്രയർ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. കാരണം മെൻസ് ഫാഷൻ എന്നല്ല, ലേഡീസ് ഫാഷൻ ആയാലും ശരി, ഹെയർ സ്റ്റൈൽ ചെയ്യാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂളാണ് ഹെയർ ഡ്രയർ എന്ന് പറയുന്നത്. അപ്പോൾ ഹെയർ ഡ്രയർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പല പല സ്റ്റൈലുകളിൽ നമ്മുടെ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പലവർക്കും അറിഞ്ഞുകൂടാ എങ്ങനെയാണ് ഹെയർ ഡ്രയർ ശരിയായ രീതിയിൽ യൂസ് ചെയ്യുന്നതെന്ന്. ശരിയായ രീതിയിൽ യൂസ് ചെയ്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ എങ്ങനെ നമ്മുടെ ഹെയർ ഡ്രയർ ശരിയായ വണ്ണം നമുക്ക് യൂസ് ചെയ്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്റ്റൈൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം ഞാൻ നിങ്ങൾക്കൊരു ബ്ലോ ഹെയർ ഡ്രയർ എന്താ പരിചയപ്പെടുത്തി തരാം. ഓക്കെ, ഞാൻ യൂസ് ചെയ്യുന്ന ഫിലിപ്സിൻ്റെ ഒരു ബ്ലോ ഹെയർ ഡ്രയറാണ്. അപ്പോൾ ഇതാണ് സംഭവം. ഓക്കെ, ഇനി ഇതിൽ ബട്ടണുകളുണ്ട്. ബട്ടണുകൾ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. രണ്ട് ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഒന്ന് ഹീറ്റാണ്, അതായത് ഹൈ ഹീറ്റ് പിന്നെ ലോ ഹീറ്റ്, അങ്ങനെ ഹീറ്റിൻ്റെ രണ്ട് ഓപ്ഷനും. പിന്നെ ഉള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സ്പീഡാണ്. അതും ഈ ബ്ലോ ഹെയർ ഡ്രയറിൽ 2 സ്പീഡാണുള്ളത്. ഓക്കെ, പിന്നെ ഈ വരുന്ന ബട്ടൺ ഇത് ശരിക്കും കൂളിംഗ് ഓപ്ഷനാണ് ാണ് ഞാൻ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതായത് നമ്മളിപ്പോൾ ഈവൻ ഹീറ്റിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഈ ബട്ടൺ പ്രസ് ചെയ്ത് ചെയ്യണമെങ്കിൽ ഇതിൽ നിന്ന് പിന്നെ വരുന്ന മീൻസ് എയർ കൂളായി വരാറുണ്ട്. കാരണം കൂളിംഗ് ഓപ്ഷൻ ബ്ലോ ഹെയർ ഡ്രയറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇതാണ് ഒരു ബ്ലോ ഹെയർ ഡ്രയറിലുള്ള മെയിൻ ആയിട്ടുള്ള ഓപ്ഷൻ. ഞാനപ്പോൾ ശരിക്കും ജസ്റ്റ് നിങ്ങളൊന്ന് ചെയ്ത് കാണിക്കാം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, ബ്ലോ ഹെയർ ഡ്രയർ യൂസ് ചെയ്യുന്നതിൻ്റെ നമ്പർ 1 റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 മുതൽ 6 ഇഞ്ച് വരെ അകലത്തിൽ ഇത് പിടിക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ സംഭവം ഇത് ഈ കാണുന്നതിനെ നോസിൽ എന്നാണ് പറയുന്നത്. ഇതിന് നോസിലുള്ള കാരണം ഇത് കുറച്ച് അടുത്ത് വേണമെങ്കിൽ പിടിച്ചാലും കുഴപ്പമില്ല, കാരണം ഓൾറെഡി കുറച്ച് ഗ്യാപ്പ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട്. ഒരു സിമ്പിളായിട്ടുള്ള ഒരു റൗണ്ട് ബ്രഷാണ് യൂസ് ചെയ്യാൻ പോണത്. കാരണം ഇത് ഒരു ചീപ്പ് റൗണ്ട് ബ്രഷ്, എനിക്ക് തോന്നുന്നു 40 രൂപ കണ്ടാൽ ഞാൻ ഏതോ ഒരു കടയിൽ നിന്ന് മേടിച്ചാണ്. കാരണം എന്തും വെച്ച് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം എന്ന് നിങ്ങളൊന്ന് കാണിച്ചു തന്നല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. അതുപോലെ ബ്ലോ ഹെയർ ഡ്രയർ യൂസ് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ഫ്രം ദ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾക്ക് ഏത് സൈഡിലോട്ട് ആണ് നമ്മൾ സ്റ്റൈൽ ചെയ്യണം ആ സൈഡിലോട്ട് നമ്മൾ നമ്മുടെ ഹെയർ കോംബ് ചെയ്ത് ഈരി വെക്കുക. ഓക്കെ, അതിനുശേഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഹൈ ഹീറ്റിൽ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഈ പറഞ്ഞ മാതിരി ആ ഒരു ഡിഫറൻസ് കീപ്പപ്പ് ചെയ്യുക. ബ്ലോ ഹെയർ ഡ്രയർ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ ചെയ്ത് പോകുമ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് തന്നെ ഒരുപാട് നേരം ഒരിക്കലും ഇത് ഈ ഡ്രയർ വെക്കരുത്. അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ മുടി കത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം എപ്പോഴും ഇങ്ങനെ ഒരു ഒറ്റ സൈഡിൽ തന്നെ വെക്കാണ്ട് ഇതിങ്ങനെ ഓടിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നോളാം. സൈഡുകളിങ്ങനെ മാറിക്കൊണ്ടിരിക്കണം. ഒറ്റ സൈഡിൽ തന്നെ ഇത് പിടിച്ചുകൊണ്ടിരിക്കരുത്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആവശ്യമുള്ള ഒരു രീതിയിലേക്ക് സംഭവങ്ങൾ ഓൾറെഡി വന്നിട്ടുണ്ട്. ഒരു ക്ലീൻ ഒരു ലുക്ക് നിങ്ങൾക്ക് ഇപ്പം ശരിക്കും കണ്ടാൽ മനസ്സിലാവും. ഞാൻ നേരത്തെ കുളിച്ച് വന്ന പോലെയല്ല, എനിക്ക് കൈ ഓടിക്കുമ്പോൾ തന്നെ ശരിക്കും മനസ്സിലാവുന്നുണ്ട്. ശരിക്കും സംഭവം ഓക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ശരിക്കും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനിയാണ് നമ്മുടെ മേജർ ബ്ലോ ഹെയർ ഡ്രയർ യൂസ് ചെയ്യുന്നതിൻ്റെ മേജറായിട്ടൊരു ഗുണം ഇനിയാണ് നമ്മൾ ചെയ്യാൻ പോകണം. അതായത് നമ്മളിപ്പോൾ ശരിക്കും നമ്മുടെ ഹെയർ നല്ല രീതിയിൽ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഹീറ്റ് ചെയ്തപ്പോൾ നമ്മുടെ ഹെയറിലുള്ള ക്യൂട്ടിക്കിൾസ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തുറന്നിട്ടുണ്ട്.
ഇപ്പം നമ്മൾ ഫേസിലൊക്കെ പറയണ മാതിരി ഈ പോർസ് ഓപ്പൺ ചെയ്യുക എന്ന് പറഞ്ഞ മാതിരി നമ്മളെ ഹെയറിലുള്ള ക്യൂട്ടിക്കൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഓപ്പൺ ആയതിൻ്റെ പേരിലാണ് നമുക്ക് ഈ ഹെയർ നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാൻ സാധിച്ചത്. വൺസ് ഇറ്റ് ഇസ് ഓപ്പൺ, ഈ ഹെയറിലുള്ള ക്യൂട്ടിക്കിൾ ഓപ്പൺ ആയതിനു ശേഷം നമ്മളിനി ചെയ്യേണ്ടത് കഴിഞ്ഞാൽ ഈ ക്യൂട്ടിക്കിൾ ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലോക്ക് ചെയ്ത പോലെയാണ്. അപ്പം പിന്നെ ഈ ഹെയർ വേറൊരു രീതിയിലേക്ക് നമ്മൾ ഈ സ്റ്റൈൽ ചെയ്തിരിക്കുന്നത് മാറില്ല. അതിന് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലോ ഹെയർ ഡ്രയറിലെ കൂളിംഗ് ഓപ്ഷൻ യൂസ് ചെയ്യുക. കൂളിംഗ് ഓപ്ഷൻ വൺസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പിന്നെ ലോക്ക്ഡായി, നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന ഹെയർ ലോക്ക്ഡ് ആവും. അപ്പം അതിന് വേണ്ടിയിട്ട് ഹീറ്റ് ഒട്ടുമില്ലാത്ത രീതിയിൽ ഇടുകയും ഇത് ഫുൾ ഇതിൽ ഡ്രൈ ചെയ്യുകയും ഈ ഓപ്ഷൻ ഇത് ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. ചെയ്തിട്ട് ഒന്നുകൂടി ചെയ്യുക. ഇപ്പോൾ ഹെയർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോക്ക്ഡായി. ഇനി നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ആവശ്യമുള്ള പ്രൊഡക്റ്റ് ഏതാണെന്ന് വെച്ചാൽ ഇട്ടാൽ മാത്രം മതി. ഞാനിപ്പോൾ ഗാറ്റ്സ്ബിയുടെ കുറച്ച് ഒരു 3 പൊമേഡാണ് ജസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. എപ്പോഴും ക്ലേസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചേഞ്ച് ആയിക്കോട്ടെ പൊമേഡാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ മുടി ഓൾ സെറ്റായി കഴിഞ്ഞു. ഇങ്ങനെയാണ് ശരിക്കും ബ്ലോ ഹെയർ ഡ്രയർ വെച്ചിട്ട് നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാവുന്നത്. ഇപ്പം ഞാൻ പൊമേഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പൊമേഡ് എന്ന് പറയുമ്പോൾ ഇത്തിരി ഒരു ലുക്കിനൊരു ഗ്രീസി ലുക്ക് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ പൊമേഡല്ല, വേറെ നിങ്ങൾക്ക് വാക്സോ അതോ ക്ലേയോ വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോണം എങ്ങനെയാണ് ബ്ലോ ഹെയർ ഡ്രയർ യൂസ് ചെയ്യുക എന്നുള്ളത്. തീർച്ചയായും നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കൂടുതൽ ഫാഷൻ സ്റ്റൈൽ ഗ്രൂം വീഡിയോവുമായി ഞാൻ വരുന്നതാണ്. ടേക്ക് കെയർ.